ഹലോ ഗായ്സ്, രാത്രിയിൽ കമ്പും കോലും ബക്കറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കുക. ഞാൻ പഴയ കാലത്തിൽ നിന്ന് വണ്ടി കയറിയതാ ഇപ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ലോഷനൊക്കെ തന്നെ ഉണ്ടാക്കിയായിരിക്കുമല്ലോ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോൾ ബോധോദയം വന്നത് ഇപ്പോഴാണ്. 170 രൂപയ്ക്ക് എൻ്റെ കിറ്റ് കിട്ടുവേ. 5 ലിറ്റർ ലോഷൻ നമുക്ക് ഉണ്ടാക്കാമല്ലോ. നോട്ടീസ് നോക്കി ഉണ്ടാക്കുന്നത് അതെങ്ങാനും പോയ എല്ലാം കഴിഞ്ഞു. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുണ്ടാക്കേണ്ടതായിട്ട് വരും. ഇതിന് കൈ തൊട്ടേക്കില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോ ചൂടായിട്ട് കൈ കൊള്ളും. നോക്കിക്കോ, തൊട്ട് അതാ പറഞ്ഞു ചൂടാവും. കുറച്ച് കഴിയുമ്പോ ചൂടാവുന്ന അതിലോട്ട് മുക്കണ്ട കേട്ടോ. കുപ്പിയുടെ അടുത്തേതാ ഇതോ ഒഴിച്ചാൽ മതി. ജിബ്രു കുട്ടാ, സുന്ദര ഓടി ബാ ബാ. ജിബ്രു ജിബ്രു കുട്ടനെ അച്ഛട്ടോ വെളുപ്പിച്ചാണല്ലോ. ഓടി ബാ. അത് കഴിഞ്ഞു. അടുത്തത് പനിയൊക്കെ മാറിയിട്ടുണ്ട്, ചൂടൊക്കെ മാറി. ഇതൊക്കെ എന്തൊക്കെ ചേർത്തുണ്ടാക്കിയത് അവരൊന്നും പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം. ലൈൻ അടിച്ച് നടക്കരുത്. നിന്നോട് അറിവ് പഠിച്ചോണം. എന്നാ ഇതെങ്ങനെയാണ് ഇങ്ങനൊക്കെ ആയത്? ഏതൊക്കെ ദ്രാവവും ഹരവും ദ്രാവവും വാദവും ഒക്കെ ചേർന്നപ്പോഴാണ് പറയടാ. കുറച്ചു നേരമാട്ടെ ഇത് എവിടെ കൊണ്ടുപോകും? ഇപ്പൊ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ കളറ് ടെസ്റ്റ് ചെയ്യാൻ അവരെ തിരിച്ചു വിളിക്കാൻ. കളറുണ്ട് എടുക്കാൻ പറ്റില്ല. പതയും വന്ന പോലൊക്കെ കിടക്കുന്നത്. ഇത് അടച്ചു വെക്കണേ ഇനി. അപ്പൊ ഇനി ശരിക്കും കുറുകും. കളറ് മാറി മാറി എഴുതണം. എത്ര നാളെ ഉപയോഗിക്കാനുള്ളതല്ലേ? അല്ല നമ്മള് മറ്റേ അവിടെ നിന്ന് മേടിക്കുമ്പോ എത്രയാ മറ്റേ കുപ്പിക്ക് 100? വെള്ളക്കളർ മാറിട്ട് ഇതിലൊക്കെ സ്റ്റൈലായിട്ട് മറ്റേ പച്ച വരിക സിലിണ്ടറിക്കോ. ജിബ്രുക്കുട്ട മറ്റേ നീലക്കുറുക്കനായ പോലെ നമുക്ക് പച്ച ജിബ്രു ആക്കിയ പച്ച കളർ ചെറിയ ചൂടുണ്ട് ചെറുതായിട്ട്. ഇവൻ അർജുനെ നോക്കിയിരിക്കുന്നുണ്ടോ? ഇതിനാകുമ്പോ കൈയൊക്കെ ഒരുമാതിരി ചുക്കി ചുക്കി. അല്ല ഇനിയിപ്പൊ ഇങ്ങനെ ഇതെല്ലാമായിട്ട് കൂട്ടിയല്ല ഇനിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നല്ലേ. ഇത് സക്സസ് ആയി. നമുക്ക് സുന്ദര സുന്ദര പറഞ്ഞോ. സുന്ദര എല്ലാം അപ്പോൾ ഗായ്സ്, രാവിലെ ആയപ്പോൾ ദാണ്ട് ഉണക്കപ്പ ഇന്നലെ വൈകിട്ട് വെള്ളം തീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉണക്കപ്പ വേവിച്ചതാണ് രാവിലെ കഴിക്കാനായിട്ട്. ദാ നമ്മളെ നോക്കി കൊഞ്ചനം കുത്തി കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ ഉച്ചക്കത്തെ കറിക്കായിട്ട് നമുക്ക് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. കഴുകി സുന്ദരിയാക്കി പൊളിച്ചെടുക്കാവേ. ദാ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കറി വെക്കാവേ. എൻ്റെ പൊന്നു ഗൈസ്, എപ്പോഴും എൻ്റെ ചെറുത് കാണുന്നൊരു ചാനലാണ്. ഏത് വീഡിയോ എടുത്താലും എന്നാ ചെയ്താലും എപ്പോഴും ഈ ഒരു ചാനൽ മാത്രം കേട്ട് കേട്ട് എൻ്റെ തല മരച്ചു.
അപ്പം നല്ല പഴുത്ത മാങ്ങാക്കറി റെഡി. പക്ഷെ കറിവേപ്പില താളിക്കാൻ ഇല്ലായിരുന്നു ഗൈസ്. ഇതാണ് നമ്മളെ മുമ്പേ കൊഞ്ചനം കുത്തി കാണിച്ച കപ്പ. ദാ കപ്പ വേവിച്ചതും ഒരാൾക്ക് കപ്പയ്ക്കകത്ത് അരപ്പ് ചേർക്കാതെ തേങ്ങ മാത്രം, തേങ്ങയും ഉപ്പ് നീരൂടിട്ട് ഇളക്കി തിന്നത്തില്ല. വിറക് വിറക്കാൻ ഇറങ്ങിയത് അപ്പോൾ മത്തിപ്പുള്ളിയിൽ നല്ല കുഞ്ഞു വയലറ്റ് കളറിൽ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നു. മത്തിപ്പുളി ഇല്ലേ, മറ്റേ നക്ഷത്രം പോലെ ഇരിക്കുന്നത്, മഞ്ഞ കളറായപ്പോൾ കൊണ്ടുവന്ന് അല്ല പഴുത്ത് മഞ്ഞ കളറാകുമ്പോഴത്തേക്ക് കൊണ്ട് തിന്നിട്ടില്ല, പുളിയുള്ള മറ്റേ ചിലിമ്പിക്കാവുള്ളൂ. ഇതേ അറിയത്തില്ല, ആ അതല്ല പറഞ്ഞത്. അത് കണ്ടിക്കുമ്പോൾ നിലത്ത് കിടന്നല്ല വേണ്ട, കഴുകാതെ ഉണ്ട് പഴുത്ത്. അതുകൊണ്ട് രണ്ടുപേരും പഠിച്ചാണെങ്കിൽ അറിയത്തില്ല. കണ്ടോ ചെകൽപ്പറ്റിരിക്കുന്നു. എന്തിനാ പൊട്ടിക്കുന്നത്? തൊട്ടപ്പുളെ പൊട്ടിപ്പോയി. കുട്ടൂസ് ഒഴികെ എല്ലാവരും ഉണ്ട് വിറക് പിറക്കാനായിട്ട്. തേങ്ങാപ്രാന്തൻ ഇറങ്ങിയിട്ടുണ്ടേ. അയ്യോ അത് കുഴിപ്പോയി. ആ പുറകെ അവൻ ചാടി അതെടുത്തോണ്ട് ഇപ്പൊ വരുവേ. ദാ മണ്ണി കുഴഞ്ഞൊരു കുരുപ്പ്. ജൂലി എപ്പം കണ്ടാലും അപ്പൻ ഓടിപ്പോയി പിടിച്ചോണ്ട് വന്നിട്ട് കുഞ്ഞിനെ പാല് കുടിപ്പിക്കണം. അവളാണെ അവനെ കാണുമ്പോൾ ഓട്ടോ. ഇത് ചോട്ടിൽ കൂടെ നടക്കുന്ന അറിയോ? നമ്മുടെ ഷൂ പോലും അറിയത്തില്ല. നമ്മുടെ പുറ്റിന് കിട്ടി. അർജു എന്തെടുത്താലും അവിടെ ജൂലി വന്നിരിക്കും. കുശുമ്പിപ്പാറു. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ കുരുപ്പ്? വിറക് പിറക്കി എല്ലാവരും മടുത്തു. അത് തന്നെയല്ല നല്ല കൊതുകും. തേങ്ങ പൊതിക്കുന്ന നോക്കിക്കേ.
കുരുപ്പ് മടുത്തിട്ട് തണുപ്പ് പറ്റിപ്പോയി മണ്ണ് മാന്തി കിടക്കുന്നുണ്ടോ? ഞാനിവിടെ പാത്തിരിക്കും. എന്തിനാ വന്ന് എന്നെ നോക്കുന്നേ? അച്ചോടാ കണ്ണടഞ്ഞടഞ്ഞു പോന്നു. ഓ അങ്ങോട്ട് സുഖം പോരാ. അവൻ അടുത്തടുത്ത് മാന്തുവോ നോക്ക്. കറങ്ങണ്ട. പിന്നെ ഓടിക്കുന്നതിന് കണ്ണനൊക്കെ മതിയമ്മേ പോകാവുന്ന മടുത്തു പിള്ളേരും. നമുക്കെന്നാ തേങ്ങ കൊണ്ടിട്ട് വണ്ടിക്കത്തുണ്ടോ? എടുക്ക് 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 അടിച്ചറ അങ്ങോട്ട്. ഓടിയാ ഓടിയാ അടുത്ത് വാടാ. വാ വാ കമോൺ കമോൺ. ഓടിയാ ഓടിയാ ഓടിയാ. വാടാ വാടാ. അങ്ങനെ അർജുനും കണ്ണനും പോയി. ഇതാ മാളുപ്പെണ്ണ് കാണിക്കുന്നുണ്ട്. ചക്കപ്പഴം വീണ് കിടപ്പണ്ടേ, അത് കഴിക്കുക നിന്ന്. അപ്പം മാളുപ്പെണ്ണിനെ മാറ്റിക്കിട്ടിട്ട് പോകാം. ഇതാ രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞ് ഉണക്കി കയറ്റി വിട്ടേക്ക് കുരുപ്പ് കാണിക്കുന്നുണ്ട്. അർജുനെ ഉറങ്ങാൻ വിടുവേല. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ ചാനൽ, ഈ ചാനൽ ഇവിടെ ഓഫാക്കി വെക്കത്തേ ഇല്ല. എപ്പം നോക്കിയാൽ ഈ ഒരു ചാനലാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ നിനക്കൊരു മടുപ്പും ഇല്ലേടാ എന്ന് അപ്പൂസിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. കേട്ട് കേട്ട് മടുത്തു. ഉറങ്ങാനും വിടത്തില്ലല്ലോ. എന്നിട്ടാ എൻ്റെ ചെറുതിന്റെ കണ്ണടഞ്ഞു വരുന്നുണ്ടേ. നമ്മുടെ ഇവിടെ നേരത്തെ താറാവും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനോടും എന്നാ സ്നേഹം അർജുൻ. ഇപ്പൊ ഇവനെ ആണെങ്കിലും കൊണ്ട് നടക്കുന്ന കാണാം പാവം. ഓ ഈ കുരുപ്പിന്റെ കൂടെ കിടന്ന് ഇന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ. എണീറ്റ് പോയേക്കാം. ഈ കടലൊക്കെ തുരുമ്പടിക്കാതിരിക്കാണ് ഞാൻ പട്ടിക്കൂട് കച്ചിട്ട് കച്ചു കച്ചു. നിന്നെ കടിച്ചു കടിച്ചൂടാ. അങ്ങനെ എൻ്റെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ വരെ പോവാണേ. കണ്ണൻ പട്ടിക്കൂടെല്ലാം കഴുകി വൃത്തിയാക്കും. അവരെ എല്ലാം കുളിപ്പിച്ച് കയറ്റി വിട്ടതാ. നോക്കാം അപ്പോഴത്തേന് അവരെല്ലാം മുറ്റത്ത് വീണ്ടും ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേനും ഭയങ്കര കൊതുക്. അപ്പം നമുക്ക് പുകയിടാനായിട്ട് വന്ന ഈച്ചയുടെ ശല്യം ഇല്ല, വേപ്പെണ്ണ തേക്കുന്നുണ്ട്. പക്ഷെ കൊതുകിൻ്റെ ശല്യം ഭയങ്കര വായ്പ. അവിടുന്ന് പെട്ടെന്ന് യാളല്ല അവിടെ പേടിക്കും. അതിന്റെ ചിറക് ഒടിഞ്ഞു പോയി. അതിന് പറക്കാൻ വയ്യാണ്ട് ചിറക് ഒടിഞ്ഞു പോയി. അതുകൊണ്ടാ. കഴിഞ്ഞ ദിവസം മാളുക്കുട്ടി ഒരു പൂക്കിനായിട്ട് ഒറ്റ തൊടിയായിരുന്നു പുറങ്കാലിനെ. അത് ചിറക് ഒടിഞ്ഞു പോയി. ഇനി എന്റെ മണ്ടയ്ക്ക് കയറി ഒടിഞ്ഞു ഉണങ്ങിയിരിക്കുമല്ലോ. അതിന്റെ മണ്ടയ്ക്ക് ഉണ്ടോ ഇനി? തഴച്ചു നിൽക്കുന്നുണ്ട് ആര്യവേപ്പിന്. ഇവൻ പറയുന്ന കേട്ടോ. അപ്പുവിന്റെ ഒരു കൈ പാൻഡേല. ആളും അങ്ങനെ തൊഴിച്ചതിന് ശേഷം ഇപ്പൊ പുറകെ നിൽക്കാൻ എല്ലാവർക്കും പേടിയാ. അവളാ ജൂലി അങ്ങനെ കാണിച്ചു കാണിച്ച് അവൾക്ക് പേടിയായി പോയത്. ഉണക്കച്ചാണകം എടുക്കുക. നേരത്തെ ഉണക്കച്ചാണകം കിടപ്പുണ്ടേ, അതെല്ലാം എടുക്കുക പുകയ്ക്ക്. അപ്പൂസ് മാളൂന് കൂട്ടായിട്ട് പശുക്കുട്ടി കിടന്നോളാന്നേ. അപ്പൊ നേരത്തെ കണ്ട പാമ്പിന്റെ കാര്യം പറയുമായിരുന്നു. പത്തിയൊക്കെ വിടർത്തിക്കണം. പശുത്തൊട്ടി കൂടെ പോയത്. പുൽത്തൊട്ടി കൂടെ പോയത് ഇഴഞ്ഞ് പത്തി വിടർത്തി.
ഇക്കിരി പോര്. കണ്ണ ചവിട്ടുന്ന സൂക്ഷിച്ചാണേ കെട്ട. ഈ അമ്മ സുന്ദരനെ ഇരിച്ചെന്ന് കണ്ടോ? ലിബ്രു എന്തേ? പൊട്ടോന്ന് വെച്ചാ മാളവും ഞെട്ടും അപ്പൂവും ഞെട്ടും. അവള് ദൈവമേ അത് കൊടുക്കുന്നന്ന് ഇവിടെ മൂളി വിളിച്ചു. അവൾക്ക് ആ പേര് പറയും. അങ്ങനെ നമ്മുടെ മാളുക്കുട്ടിക്ക് നല്ല പുകയായി. ഈ പോകാൻ ഇങ്ങോട്ട് പോകത്ത്. ഫാൻ ഉണ്ടെങ്കിൽ അടിച്ച് ഇതിനകത്താക്കി. നേരത്തെ പശുക്കൂട്ടിൽ പാട്ടും ഫാനും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മാളുവിന് ഇതാ ഒന്നുമില്ല, എല്ലാം അഴിച്ചു മാറ്റി. പക്ഷെ പുകത്തിന് മണമില്ലല്ലേ അമ്മേ? മുഖത്തിന് പുക പുക. കാക്ക കാക്ക എന്തിനാ കാക്കല്ലേ? കാക്ക കാക്ക പിടിച്ചു. ആരെന്നാ പറഞ്ഞാലും അവന് സ്വന്തമായിട്ട് മണം കിട്ടണം, അപ്പം അവൻ കുരയ്ക്കുള്ളൂ. ഉരുപ്പ് പാത്രത്തിൽ കയറി. കണ്ണ നേരത്തെ കഴുകി കമത്തി വെച്ച് പാത്രം എടുത്തോണ്ട് ജൂലി വന്നു. അത് അതിൽ കയറി കുരുപ്പിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ജൂലിക്ക് എന്തോ പിരി കയറിയിട്ട് നമ്മുടെ കുരുപ്പിനെ പെടലിക്ക് കടിച്ചെടുത്തോണ്ട് പോയി. പെട്ടെന്ന് വലിച്ചോണ്ട് പോയി സ്റ്റെപ്പിന്റെ അവിടെ ഇട്ട്. എന്തിനാന്നറിയത്തില്ല. വലിച്ചോണ്ട് പോയ സ്റ്റെപ്പ് കൊണ്ടിട്ടേ എന്തായിരിക്കും അങ്ങനെ ചെയ്തേ? അപ്പൂസ് കുളിക്കാൻ കയറി കഥ കടച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ ബഹളം അവനോട് ഇറങ്ങി വരാനായിട്ട് അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞിരിക്കുന്നു. ഗായ്സ് ബൈ.